മെഗ്നീഷ്യത്തിന് എന്ത് സംഭവിച്ചു? മെഗ്നീഷ്യം ഇവിടെ റിയാക്ടൻ സൈഡിൽ ഒരെണ്ണം, പക്ഷേ പ്രോഡക്റ്റ് സൈഡിൽ മാഗ്നീഷ്യത്തിന് ഇപ്പോൾ എന്ത് സംഭവിച്ചു എന്നറിയോ? ഇവിടെ 2 ഇട്ടപ്പോൾ ഈ മാഗ്നീഷ്യത്തിൻ്റെ നമ്പർ എത്രയായി മാറി? 1 മാറി അവിടെ 2 ആയി. അപ്പോൾ വീണ്ടും പ്രശ്നമായല്ലോ. പ്രോഡക്റ്റ് സൈഡിൽ മാഗ്നീഷ്യം 2ഉം റിയാക്ടൻ സൈഡിൽ മാഗ്നീഷ്യം ഒരെണ്ണം. അപ്പോൾ ഇത് ബാലൻസ്ഡ് ആണോ? ഈ ഒരു ഇക്വേഷൻ ബാലൻസ്ഡ് ആണോ? അല്ല. അപ്പോൾ ഇനി നമ്മൾ എങ്ങനെ മാഗ്നീഷ്യത്തിനെ ബാലൻസ് ചെയ്യും? റിയാക്ടൻ സൈഡിലാണ് ബാലൻസ് ചെയ്യേണ്ടത്. അപ്പോൾ റിയാക്ടൻ സൈഡിൽ ഓൾറെഡി ഒരെണ്ണം ഉള്ളൂ. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യണം? 2 ആക്കണമെങ്കിൽ യെസ്, വെരി ഗുഡ്, നമ്മൾ 8th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ? യെസ്, ഇവിടെ ഒരു 2 ഇട്ട് കൊടുത്താൽ എന്ത് സംഭവിക്കുന്നു? മാഗ്നീഷ്യം റിയാക്ടൻ സൈഡിൽ 1 മാറി അവിടെ 2 ആയി. ഇനി നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ഇതെല്ലാം ബാലൻസ്ഡ് ആയോ എന്ന്. ഓക്കെ, മാഗ്നീഷ്യം 2, മാഗ്നീഷ്യം പ്രോഡക്റ്റ് സൈഡിലും 2, ഓക്സിജൻ 2, പ്രോഡക്റ്റ് സൈഡിലും ഓക്സിജൻ 2. അപ്പോൾ ഈ ഇക്വേഷൻ ബാലൻസ്ഡ് ആയി. അങ്ങനെ നമ്മൾ ബാലൻസ്ഡ് ആക്കാൻ പഠിച്ചു അല്ലേ? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് യെസ്, ബാലൻസിങ് ഓഫ് കെമിക്കൽ ഇക്വേഷൻ. അപ്പോൾ എന്താണ് ബാലൻസിങ് ഓഫ് കെമിക്കൽ ഇക്വേഷൻ? In this manner, equalizing the number of atoms of each element in molecules in the reactant side and that in the product side is called balancing of equation. അപ്പോൾ ഇതുപോലെ നമ്മൾ ഓരോ മോളിക്യൂളിൻ്റെയും ഓരോ എലമെൻറ്റിൻ്റെയും ആറ്റംസിനെ റിയാക്ടൻ സൈഡിലും പ്രോഡക്റ്റ് സൈഡിലും ഈക്വലൈസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ബാലൻസിങ് ഓഫ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഈ ബാലൻസിങ് കെമിക്കൽ ഇക്വേഷൻ ബാലൻസ് ചെയ്യണ ആ ഒരു കോൺസെപ്റ്റ് നമുക്ക് എവിടുന്ന് കിട്ടിയത്? യെസ്, ആൻറ്റോയിൻ ലാവോയിസിയറിൻ്റെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് എന്ന ലോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിരുന്നല്ലോ. എന്താണ്? പ്രൊഡക്റ്റ് സൈഡിലുള്ള ആറ്റങ്ങളുടെ മാസും റിയാക്ടൻ സൈഡിലുള്ള ആറ്റങ്ങളുടെ മാസും ഈക്വൽ ആണെന്നാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ ആറ്റങ്ങളുടെ എണ്ണം കറക്റ്റായിരിക്കണം റിയാക്ടൻ സൈഡിലും പ്രോഡക്റ്റ് സൈഡിലും. അതുകൊണ്ടാണ് നമ്മൾ എല്ലാത്തിനെയും ബാലൻസ് ചെയ്യുന്നത്, അതിൽ നമ്പറിനെ ബാലൻസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരു ഭാഗത്ത് കൂടുതലും മറ്റേ ഭാഗത്ത് കുറവും വരണ്ടേ? യെസ്, അതുകൊണ്ട് നമ്മളതിനെ ബാലൻസ് ചെയ്യണം. ഓക്കെ, ദെൻ നമുക്ക് നെക്സ്റ്റ് വേറൊരു ഇക്വേഷൻ ഒന്ന് ബാലൻസ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഇക്വേഷനാണ് Zn plus HCl gives ZnCl2 plus H2. Zinc plus hydrogen chloride gives zinc chloride plus H2. ഈ ഇക്വേഷൻ ബാലൻസ്ഡ് ആണോ നമുക്ക് നോക്കാം. ഇവിടെ റിയാക്ടൻ സൈഡിൽ ഏതൊക്കെ എലമെൻറ്റ്സ് ഉണ്ട്? സിങ്ക് ഉണ്ട്, Zn, ദെൻ ഹൈഡ്രജൻ ഉണ്ട്, H, ക്ലോറിൻ ഉണ്ട്, Cl. ഇത് Cl എന്നാണ് കേട്ടോ. അത് ഇങ്ങനെ സ്ക്രീനിൽ കാണുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ O എന്നോ അല്ലെങ്കിൽ A എന്നൊക്കെ തോന്നാം. Cl ആണ്. ദെൻ പ്രോഡക്റ്റ് സൈഡിലുള്ള ആറ്റംസ് ഏതൊക്കെ ആറ്റംസ് ഉണ്ട്? സിങ്ക് ഉണ്ട്, Zn, Cl2, ക്ലോറിൻ ഉണ്ട്, ദെൻ H2, ഹൈഡ്രജൻ ഉണ്ട്. അപ്പോൾ നമ്മൾ എഴുതി. ഇനി നമുക്ക് നോക്കാം റിയാക്ടൻ സൈഡിലുള്ള ആറ്റംസിൻ്റെ എണ്ണംസ്. ഇവിടെ സിങ്ക് ഒരെണ്ണം, പ്രോഡക്റ്റ് സൈഡിലോ സിങ്ക് ഒരെണ്ണം, ഹൈഡ്രജൻ റിയാക്ടൻ സൈഡിൽ ഒരെണ്ണം, പ്രോഡക്റ്റ് സൈഡിൽ 2 എണ്ണം. ബാലൻസ്ഡ് അല്ല, നമുക്ക് മനസ്സിലായി. ദെൻ ക്ലോറിനോ റിയാക്ടൻ സൈഡിൽ ഒരെണ്ണം, പ്രോഡക്റ്റ് സൈഡിൽ 2 എണ്ണം, അതും ബാലൻസ്ഡ് അല്ല. അപ്പോൾ സിങ്കിൻ്റെ കാര്യം നമ്മൾ നോക്കണ്ട, സിങ്ക് ബാലൻസ്ഡ് ആണ്. വേറെ ഏതൊക്കെയാണ് ബാലൻസ്ഡ് അല്ലാത്തത്? ഹൈഡ്രജനും ബാലൻസ്ഡ് അല്ല, ക്ലോറിനും ബാലൻസ്ഡ് അല്ല. അപ്പോൾ ഇനി അതാണ് നമ്മുടെ നെക്സ്റ്റ് പണി. നിങ്ങളിപ്പോൾ വീഡിയോ കാണുമ്പോൾ ജസ്റ്റ് പോസ് ചെയ്തിട്ട് നിങ്ങൾ സ്വയം ഒന്ന് ചെയ്ത് നോക്കുക. നിങ്ങളുടെ വെറും ഫോണൊന്നും നോക്കിയിരിക്കാതെ അല്ലെങ്കിൽ TV നോക്കിയിരിക്കാതെ ജസ്റ്റ് ഒരു ബുക്കും പേപ്പറൊക്കെ എടുത്തിട്ട്, ബുക്കും പെന്നും പെൻസിലോ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് ഒന്ന് എഴുതി നോക്കുക കേട്ടോ. സോ അപ്പോഴാണ് നിങ്ങൾക്കത് കൂടുതലായിട്ട് മനസ്സിലാവുള്ളൂ. സോ ഒന്ന് ചെയ്ത് നോക്കി നോക്കൂ. ഇനി ഞാൻ പറയണത് നോക്കൂ. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? എവിടെയാണ് നമ്മൾ നമ്പേഴ്സ് ആഡ് ചെയ്യുന്നത്? നമുക്കറിയാം, ഇവിടെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഓരോ ആറ്റംസിൻ്റെയും ഓരോ പ്രൊഡക്ട്സിൻ്റെ മോളിക്യൂൾസ് ആണെങ്കിൽ അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ, അല്ലെങ്കിൽ ആറ്റംസ് ആണെങ്കിൽ അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ, റിയാക്ടൻസിൻ്റെയും എല്ലാത്തിൻ്റെയും ലെഫ്റ്റ് സൈഡിലാണ് നമ്മൾ നമ്പേഴ്സ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ആരെ ബാലൻസ്ഡ് അല്ലാത്ത? സിങ്കിൻ്റെ കാര്യം നമ്മൾ നോക്കണ്ട. അപ്പോൾ നെക്സ്റ്റ് വരുന്ന എലമെൻറ്റ് ആറ്റം ഏതാണ്? ഹൈഡ്രജനാണ്. അപ്പോൾ ഹൈഡ്രജനെ ബാലൻസ്ഡ് ആക്കണം. എത്ര നമ്പറാണ് നമുക്ക് ബാലൻസ്ഡ് ആക്കേണ്ടത്? ഇവിടെ ഹൈഡ്രജൻ ഒരെണ്ണം, പ്രോഡക്റ്റ് സൈഡിലോ 2 എണ്ണം വേണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഹൈഡ്രജൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് HCl, ഇവിടെ ഏത് ഭാഗത്താണ് കുറവുള്ളത്? റിയാക്ടൻ സൈഡിലാണ് കുറവുള്ളത്. അപ്പോൾ റിയാക്ടൻ സൈഡിലെ ഹൈഡ്രജനെ നോക്കുന്നു.
അപ്പോൾ ഇവിടെ ഹൈഡ്രജൻ ഒറ്റയ്ക്കല്ല ഇരിക്കുന്നത്, HCl ഇവർ കോമ്പൗണ്ട് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ ഹൈഡ്രജൻ്റെ എണ്ണം കൂട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? യെസ്, വെരി ഗുഡ്. ഇവിടെ ഒരു 2 ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ ഇട്ട് കൊടുത്താൽ എന്ത് സംഭവിക്കും നമുക്ക് നോക്കാം. ഹൈഡ്രജൻ എണ്ണം റിയാക്ടൻ സൈഡിൽ 1 മാറി പകരം 2 ആയി ആണല്ലോ. ഈ 2 എന്നുള്ളത് ഹൈഡ്രജനും ബാധകമാണ്, ക്ലോറിനും ബാധകമാണ്. അതുകൊണ്ട് ഇവിടെ 2 ഇട്ട് കൊടുത്തപ്പോൾ ക്ലോറിന് എന്ത് മാറ്റം സംഭവിച്ചു? റിയാക്ടൻ സൈഡിലുള്ള ക്ലോറിന് 1 മാറി അവിടെ 2 ആയി. സോ സിമ്പിൾ അല്ലേ? നമുക്കിനി ബാലൻസ്ഡ് ആണോ എന്ന് നോക്കാം. സിങ്ക് ഇവിടെ ഒരെണ്ണം, ഇവിടെയും ഒരെണ്ണം ബാലൻസ്ഡ് ആയി. ഹൈഡ്രജൻ 2 എണ്ണം, പ്രോഡക്റ്റ് സൈഡിലും 2 എണ്ണം, റിയാക്ടൻ സൈഡിൽ ക്ലോറിൻ 2 എണ്ണം, പ്രോഡക്റ്റ് സൈഡിലും ക്ലോറിൻ 2 എണ്ണം. അങ്ങനെ നമ്മൾ ആ ഇക്വേഷനും ബാലൻസ്ഡ് ആക്കി. ഓക്കെ, നല്ല സിമ്പിളാണല്ലേ? നിങ്ങൾ 8th സ്റ്റാൻഡേർഡിൽ പഠിച്ചതാണ്, ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, ദെൻ ഇനി നമുക്ക് നെക്സ്റ്റ് വേറൊരു ഇക്വേഷൻ നോക്കാം. H2 + O2 gives H2O വാട്ടർ അല്ലേ? ഈ ഇക്വേഷൻ ബാലൻസ്ഡ് ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കിയാലോ? യെസ്, ഇവിടെ റിയാക്ടൻ സൈഡിൽ ഏതൊക്കെ ആറ്റംസ് ഉണ്ട്? ഇവിടെ ഹൈഡ്രജനും ഓക്സിജനും 2 ആറ്റംസ്. ദെൻ പ്രോഡക്റ്റ് സൈഡിലോ ഹൈഡ്രജനും ഓക്സിജനും. അപ്പോൾ റിയാക്ടൻ സൈഡിൽ ഹൈഡ്രജൻ 2 എണ്ണം, ഓക്സിജനോ 2 എണ്ണം. പ്രോഡക്റ്റ് സൈഡിലോ ഹൈഡ്രജൻ 2 എണ്ണം, ഓക്സിജൻ 1 എണ്ണം. ബാലൻസ്ഡ് ആണോ? അല്ല. ഇവിടെ ആരെ ബാലൻസ്ഡ് അല്ലാത്ത? ഹൈഡ്രജൻ്റെ കാര്യം നോക്കണ്ട, ഹൈഡ്രജൻ ബാലൻസ്ഡ് ആണ്. അപ്പോൾ ഓക്സിജനോ? ഓക്സിജൻ ഇവിടെ റിയാക്ടൻ സൈഡിൽ 2 എണ്ണം ഉണ്ട്, ബട്ട് പ്രോഡക്റ്റ് സൈഡിൽ 1 എണ്ണേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എവിടെയാണ് കൂട്ടേണ്ടത്? ഇവിടെ പ്രോഡക്റ്റ് സൈഡിലാണ് നമ്മൾ കൂട്ടേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് നോക്കാം. പ്രോഡക്റ്റ് സൈഡിൽ ഒരു 2 ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ 2 ഇട്ട് കൊടുത്താൽ ഓക്സിജൻ, ഈ 2ൻ്റെ അർത്ഥം എന്താണെന്നറിയോ? ഈ 2 ആറ്റംസിനും ബാധകമാണ്, നമുക്കറിയാം. അപ്പോൾ ഈ 2 എന്നുള്ളത് ഹൈഡ്രജനും ബാധകമാണ്, ഓക്സിജനും ബാധകമാണ്. അപ്പോൾ ഓക്സിജൻ്റെ എണ്ണത്തിന് എന്ത് സംഭവിച്ചു? ഓക്സിജൻ്റെ എണ്ണം 1 മാറി അവിടെ 2 ആയി. ബട്ട് അവിടെ നമ്മൾ ശ്രദ്ധിക്കണം, ഇവിടെ ഹൈഡ്രജൻ 2 എണ്ണമാണ് പ്രോഡക്റ്റ് സൈഡിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ ഈ 2 ഇട്ട് കൊടുത്തപ്പോൾ എന്ത് സംഭവിച്ചു? ഈ 2 ഇവിടെ ഹൈഡ്രജൻ 2 ആറ്റംസ് ഓൾറെഡി ഉണ്ട്. അപ്പോൾ ഇങ്ങനെ വരുന്ന കേസിൽ ഈ 2 × 2 ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. ഈ 2 ലെഫ്റ്റ് സൈഡിലുള്ള 2 ഇൻറ്റു താഴെ ഇരിക്കുന്ന 2. അപ്പോൾ 2 ഹൈഡ്രജൻ ആറ്റം ഇൻറ്റു ദാറ്റ് 2 × 2 ടോട്ടൽ 4 ഹൈഡ്രജൻ ആറ്റംസ് ആയി. അപ്പോൾ ഇവിടെ പ്രോഡക്റ്റ് സൈഡിൽ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ എണ്ണം 4 ആയി മാറി. അപ്പോൾ വീണ്ടും നമുക്ക് പണി കിട്ടിയില്ലേ? യെസ്, ഇവിടെ വീണ്ടും ഹൈഡ്രജൻ തന്നെ നമുക്ക് ബാലൻസ് ചെയ്യണ്ടേ? കാരണം എന്താ? ഇപ്പോൾ പ്രോഡക്റ്റ് സൈഡിൽ 4 ആയി ഹൈഡ്രജൻ, ബട്ട് റിയാക്ടൻ സൈഡിലോ 2 എണ്ണേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇനി ഏത് ഭാഗത്താണ് നമ്മൾ ബാലൻസ് ചെയ്യേണ്ടത്? യെസ്, റിയാക്ടൻ സൈഡിലുള്ള ഹൈഡ്രജൻ്റെ എണ്ണം കൂട്ടണം. നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് മനസ്സിലായി, ഇവിടെയാണ് കൂട്ടേണ്ടത്. എത്ര നമ്പറാണ് കൂട്ടേണ്ടത്? ടോട്ടൽ 4 വരണം. അപ്പോൾ നമുക്കറിയാം 4 വരണമെങ്കിൽ എന്ത് ചെയ്യണം? യെസ്, വെരി ഗുഡ്. ഒരു 2 ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ 2 ഇട്ട് കൊടുത്താൽ 2 × 2 ടോട്ടൽ എത്രയായി? 4. അപ്പോൾ റിയാക്ടൻ സൈഡിലുള്ള ഹൈഡ്രജൻ്റെ എണ്ണം 4 ആയി മാറി. ഇനി ഇത് ബാലൻസ്ഡ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. ഹൈഡ്രജൻ്റെ എണ്ണം റിയാക്ടൻ സൈഡിൽ 4, പ്രോഡക്റ്റ് സൈഡിൽ 4. ഓക്സിജൻ്റെ എണ്ണം റിയാക്ടൻ സൈഡിൽ 2, പ്രോഡക്റ്റ് സൈഡിൽ 2. സോ അങ്ങനെ നമ്മൾ ഈ ഇക്വേഷനും ബാലൻസ്ഡ് ആക്കി. ഓക്കെ, വളരെ സിമ്പിളാണല്ലേ? നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടിരിക്കാൻ പറ്റുന്ന ക്ലാസ് അല്ലേ? ദെൻ നെക്സ്റ്റ് വേറെ അടുത്ത ഒരു ഇക്വേഷൻ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഇവിടെ Al + O2 gives Al2O3. ഇനി ഇവിടെ ടേബിൾ നമുക്ക് നോക്കാം. റിയാക്ടൻ സൈഡിൽ എത്ര ആറ്റംസ് ഉണ്ട്? അലുമിനിയം, ഓക്സിജൻ, AlO. റിയാക്ടൻ സൈഡിൽ അലുമിനിയം 1 എണ്ണം, പ്രോഡക്റ്റ് സൈഡിൽ റിയാക്ടൻ സൈഡിൽ ഓക്സിജൻ 2 എണ്ണം, പ്രോഡക്റ്റ് സൈഡിൽ അലുമിനിയം 2 എണ്ണം, ഓക്സിജനോ 3 എണ്ണം. ഓക്കെ, ഇതെൻ്റെ കൂടെ തന്നെ ചെയ്തോളൂ കേട്ടോ. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കെമിക്കൽ ഇക്വേഷനാണ്, ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ആരാ ബാലൻസ്ഡ് അല്ലാത്തത്? അലുമിനിയം ബാലൻസ്ഡ് അല്ല, ഓക്സിജനും ബാലൻസ്ഡ് അല്ല. ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ബാലൻസ്ഡ് ആക്കാൻ നോക്കാം അല്ലേ? യെസ്, നമ്മൾ വീണ്ടും ആ ഇക്വേഷൻ എടുത്ത് എഴുതി. ഇനി എന്ത് ചെയ്യണം? ഫസ്റ്റ് അലുമിനിയത്തിനെ നമ്മൾക്ക് ബാലൻസ് ചെയ്യാൻ നോക്കാം. അലുമിനിയം ഇവിടെ
റിയാക്ടൻറ്റ് സൈഡിൽ ഒരെണ്ണേ ഉള്ളൂ, ബട്ട് പ്രോഡക്റ്റ് സൈഡിലോ 2 എണ്ണം ഉണ്ട്. അപ്പോൾ നമ്മൾ 2 എണ്ണം ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? 2 വെറുതെ ഇട്ട് ഇവിടെ നമുക്ക് നടക്കില്ല, കാരണം ഇവിടെ നമുക്ക് നോക്കാം. അപ്പോൾ ഏത് സൈഡിലാണ് നമുക്ക് ഇൻക്രീസ് ചെയ്യേണ്ടത്? റിയാക്ടൻറ്റ് സൈഡിലാണ് ഇൻക്രീസ് ചെയ്യേണ്ടത്. ഒരെണ്ണേ ഉള്ളൂ, പ്രോഡക്റ്റ് സൈഡിൽ 2 എണ്ണം ഉണ്ട്. അപ്പോൾ നമുക്ക് സോ സിമ്പിൾ. എന്ത് ചെയ്യും? യെസ്, നമ്മൾ ഈ ഭാഗത്ത് ഒരു 2 ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ അലുമിനിയത്തിൻ്റെ എണ്ണം എത്രയായി എന്ന് നോക്കാം. അലുമിനിയം ഒരെണ്ണം മാറി അവിടെ 2 ആയി. അങ്ങനെ അലുമിനിയം ബാലൻസ്ഡ് ആയി. ഇനി നോക്കാം, ഇനിയും ചിലപ്പോൾ വീണ്ടും ബാലൻസ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഇനി നമുക്ക് നോക്കാം ഓക്സിജൻ ബാലൻസ് ചെയ്യുമ്പോൾ. അപ്പോൾ ഓക്സിജൻ ഇവിടെ റിയാക്ടൻറ്റ് സൈഡിൽ 2 എണ്ണം, പ്രോഡക്റ്റ് സൈഡിൽ 3 എണ്ണം. അപ്പം ഇനി ഏത് സൈഡിലാണ് ഓക്സിജൻ്റെ എണ്ണം കൂട്ടേണ്ടത്? ഈ ഭാഗത്ത്, റിയാക്ടൻറ്റ് സൈഡിൽ അല്ലേ. അപ്പോൾ ഈ ഭാഗത്ത് 3 ആക്കണമെങ്കിൽ ഇവിടെ ഒരെണ്ണം ഇട്ട് കൊടുത്താൽ 3 ആവില്ലല്ലോ. 1 × 2 ആണ്. അപ്പോൾ ഓൾറെഡി ഒരെണ്ണം ആണ് എന്നാണ് ഇതിൻ്റെ മീനിങ്. ഇനി വീണ്ടും 2 ഇട്ട് കൊടുത്താലോ 2 × 2 4 ആവുള്ളൂ. 3 കൂടും. അപ്പോൾ നമുക്ക് ഒരു ഏകദേശം ഒരു ഇത് വെച്ചിട്ട് നമുക്ക് 3 ഇട്ട് കൊടുക്കാം. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. യെസ്, ഇവിടെ 3 ഇട്ട് കൊടുത്തു. അപ്പോൾ 3 × 2. അപ്പോൾ റിയാക്ടൻറ്റ് സൈഡിലുള്ള ഓക്സിജൻ്റെ എണ്ണം എത്രയായി എന്ന് നോക്കാം. 3 ഇട്ട് കൊടുത്തപ്പോൾ റിയാക്ടൻറ്റ് സൈഡിൽ 3 × 2 6. 3 × 2 6. എപ്പോഴും ബാലൻസ്ഡ് ആയോ? നമുക്കൊന്ന് വെറുതെ ഒന്ന് ചെയ്ത് നോക്കാം, ഓരോ നമ്പേഴ്സ് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട്. അപ്പോൾ റിയാക്ടൻറ്റ് സൈഡിൽ 6 ആയി, പ്രോഡക്റ്റ് സൈഡിൽ 3 ആയുള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ ഓക്സിജൻ്റെ എണ്ണം ഇനി ബാലൻസ്ഡ് ആക്കണമെങ്കിൽ നമ്മൾ ഇവിടെ റിയാക്ടൻറ്റ് സൈഡിൽ ഓൾറെഡി 3 ഉണ്ട്. അപ്പോൾ ഇനി 6 ആക്കണമെങ്കിൽ സിമ്പിൾ അല്ലേ? എന്ത് ചെയ്യണം? യെസ്, ഇനി ഈ ഭാഗത്താണ് കേട്ടോ നമ്മൾ നമ്പർ ഇടേണ്ടത്. അപ്പോൾ ഇവിടെ 3 ഉണ്ട്. അപ്പോൾ 6 ആക്കണമെങ്കിൽ നമ്മൾ എത്ര നമ്പർ ആഡ് ചെയ്യാൻ ഇവിടെ ചെയ്യേണ്ടത്? യെസ്, 2 ഇട്ട് കൊടുക്കാം. മൾട്ടിപ്ലിക്കേഷൻ ആണ് വരുന്നത്. സോ ഇവിടെ 2 ഇട്ട് കൊടുത്താൽ ഈ 2 എന്നുള്ളത് അലുമിനിയത്തിനും ഓക്സിജനും ബാധകമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് 2 × 3, ഓക്സിജൻ 3 ആണ്. സോ 3 × 2 × 3 6. അപ്പോൾ പ്രോഡക്റ്റ് സൈഡിലുള്ള ഓക്സിജൻ്റെ എണ്ണം എത്രയായി മാറി? 6 ആയി മാറി. മനസ്സിലാവാത്തവർ ഒന്നും കൂടി പോസ്റ്റ് ചെയ്ത് ഒന്ന് ബാക്ക് ചെയ്തിട്ട് വീണ്ടും കണ്ടു നോക്കൂ കേട്ടോ. വളരെ സിമ്പിളാണ്. നമ്മളൊന്ന് ഗസ് ചെയ്തിട്ട് എഴുതുകയാണ് കേട്ടോ, അല്ലാണ്ട് നമ്മളിങ്ങനെ ഉറപ്പിക്കുന്നൊന്നുമില്ല. അത് ബാലൻസ്ഡ് ആവും എന്ന് ഉറപ്പിക്കുന്നില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് ഓരോ നമ്പറുകൾ ഇട്ട് കൊടുത്തിട്ട് ബാലൻസ്ഡ് ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണ് കേട്ടോ. സോ ഇങ്ങനെ ചെയ്തു. അപ്പോൾ ഓക്സിജൻ്റെ എണ്ണം 2 സൈഡിലും ബാലൻസ്ഡ് ആയി അല്ലേ. ഇനിയിപ്പോൾ ആരാ ബാലൻസ്ഡ് അല്ലാത്തത്? ഇവിടെ എന്തോ ഒരു പ്രശ്നം വന്നല്ലോ. അലുമിനിയത്തിനൊന്നും ശ്രദ്ധിച്ച് നോക്കൂ. അലുമിനിയം 2 × 2, ഈ 2 ഇട്ട് കൊടുത്തത് അലുമിനിയത്തിന് ബാധകമാണ്. അതുകൊണ്ട് അലുമിനിയത്തിന് ഇവിടെ ഓൾറെഡി 2 ഉണ്ട്. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? 2 × 2 ആയി മാറി. അപ്പോൾ ദാറ്റ്സ് ഈക്വൽ ടു പ്രോഡക്റ്റ് സൈഡിലെ അലുമിനിയത്തിൻ്റെ എണ്ണം 4 ആയി. അപ്പോൾ വീണ്ടും നമ്മൾ റിയാക്ടൻറ്റ് സൈഡിൽ നോക്കൂ 2 ഉള്ളൂ. അപ്പോൾ വീണ്ടും നമ്മൾ ഇനി ബാലൻസ് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ എന്ത് ചെയ്യണം? ഇവിടെ 4 അലുമിനിയം വരണമെങ്കിൽ എന്ത് ചെയ്യും? ഒരിക്കലും അലുമിനിയത്തിൻ്റെ താഴെ പോയിട്ട് 2 എടുത്ത് കൊടുക്കാൻ പാടില്ല. അങ്ങനെ നമ്മൾ ഒരിക്കലും ചെയ്യില്ല. നമ്മൾ പിന്നെ വേറെ എന്ത് ചെയ്യും? യെസ്, ഇവിടെ ഈ 2നെ അങ്ങോട്ട് മാറ്റി നമുക്ക് എന്ത് ചെയ്താൽ മതി? 4 ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ റിയാക്ടൻറ്റ് സൈഡിലുള്ള അലുമിനിയത്തിൻ്റെ എണ്ണം എത്രയായി? 4 ആയി. ഓക്കെ, ഇനി ഇത് ബാലൻസ്ഡ് ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. റിയാക്ടൻറ്റ് സൈഡിൽ അലുമിനിയം 4, ഓക്സിജൻ 6. പ്രോഡക്റ്റ് സൈഡിൽ അലുമിനിയം 4, ഓക്സിജനും റിയാക്ടൻറ്റ് സൈഡിൽ അലുമിനിയം 4, പ്രോഡക്റ്റ് സൈഡിൽ അലുമിനിയം 4 4. ദെൻ റിയാക്ടൻറ്റ് സൈഡിൽ ഓക്സിജൻ 6, പ്രോഡക്റ്റ് സൈഡിൽ ഓക്സിജൻ 6. അപ്പോൾ നോക്കൂ, ബാലൻസ്ഡ് ആയി. അങ്ങനെ നമ്മൾ ഈ ഒരു ഇക്വേഷനും ബാലൻസ്ഡ് ആക്കി. നമ്മൾ ജസ്റ്റ് ഗസ് ചെയ്ത് പോവുകയാണ്. സോ ബാലൻസ്ഡ് ആയി. സോ സിമ്പിൾ. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. ബാലൻസ് ദ കെമിക്കൽ ഇക്വേഷൻസ് വിച്ച് ആർ അൺബാലൻസ്ഡ്. ഇനി നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ നോക്കൂ, കുറച്ച് കെമിക്കൽ ഇക്വേഷൻ തന്നിട്ടില്ലേ. ഇനി അതിൽ ചില കെമിക്കൽ ഇക്വേഷൻസൊക്കെ ബാലൻസ്ഡ് അല്ല. അത് കണ്ടുപിടിച്ച് നിങ്ങൾ ബാലൻസ് ചെയ്യണം. ഇപ്പോൾ നിങ്ങൾ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ജസ്റ്റ് അതെല്ലാം ഒന്ന് ബാലൻസ് ചെയ്ത് നോക്കൂ. എന്നിട്ട് വീണ്ടും എൻ്റെ വീഡിയോ കണ്ടിന്യൂ ചെയ്യൂ. നമുക്കതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിരിക്കും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻ അവിടെ എന്താ തന്നിട്ടുള്ളത്? C+O2 gives CO2, കാർബൺ ഡൈ ഓക്സൈഡ് അല്ലേ. ഇത് ബാലൻസ്ഡ് ആണോ? ഇത് ചെക്ക് ചെയ്ത് നോക്കാം. കാണുമ്പോൾ തന്നെ നമുക്കറിയാം
എന്നാലും ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ബാലൻസ് ചെയ്യാൻ വന്നാൽ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം? ഫസ്റ്റ് ഇക്വേഷൻ എടുത്ത് എഴുതാം, എന്നിട്ട് റിയാക്റ്റൻറ്റ് സൈഡ്, ദെൻ പ്രോഡക്റ്റ് സൈഡ്, അങ്ങനെ രണ്ട് സൈഡിൽ ഇങ്ങനെ ഹെഡിങ് ഒക്കെ കൊടുത്ത് റിയാക്റ്റൻറ്റ് സൈഡ്, പ്രോഡക്റ്റ് സൈഡ് എന്ന് എഴുതാം. എന്നിട്ട് അതിലുള്ള ഓരോ ആറ്റംസും എടുത്തെഴുതാം. ഫസ്റ്റ് റിയാക്റ്റൻറ്റ് സൈഡിൽ ഏതൊക്കെയുണ്ട്? കാർബൺ എത്ര എണ്ണം ഉണ്ട്? ഒരെണ്ണം. ദെൻ ഓക്സിജൻ, ഓ സിമ്പിൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഓക്സിജൻ എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം, 2 ഇട്ട് കൊടുത്തു. ഇനി ദെൻ പ്രോഡക്റ്റ് സൈഡിൽ പോവാം. പ്രോഡക്റ്റ് സൈഡിൽ ഏതൊക്കെ എലമെൻസാണ്? യെസ്, കാർബൺ ഒരെണ്ണം, ഓക്സിജൻ 2 എണ്ണം. ബാലൻസ്ഡ് ആണോ? യെസ്, ഇത് ബാലൻസ്ഡ് ആണ്. ഇത് ഇങ്ങനെ ചെയ്ത് നോക്കിയില്ലെങ്കിലും നമുക്കിത് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഇവിടെ കാർബൺ ഒരെണ്ണം, പ്രോഡക്റ്റ് സൈഡിൽ ഒരെണ്ണം, ഓക്സിജൻ 2 എണ്ണം, പ്രോഡക്റ്റ് സൈഡിൽ 2 എണ്ണം. ഇത് സിമ്പിളാണ്, ഇത് ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഇക്വേഷനാണ്. ദെൻ നെക്സ്റ്റ് നമുക്ക് നോക്കാം. N2 + H2 gives NH3. ഇത് ബാലൻസ്ഡ് ആണോ? ഇവിടെ നൈട്രജൻ 2 എണ്ണം, ഹൈഡ്രജൻ 2 എണ്ണം, ഇവിടെ നൈട്രജൻ ഒരെണ്ണം, ഹൈഡ്രജൻ 3 എണ്ണം. ബാലൻസ്ഡ് ആണോ? അല്ല, ഹൈഡ്രജൻ ഇവിടെ 2 എണ്ണേ ഉള്ളൂ, ഇവിടെ പ്രോഡക്റ്റ് സൈഡിൽ 3 എണ്ണം ഉണ്ട്. നമുക്ക് നോക്കാം. റിയാക്റ്റൻ സൈഡിൽ നൈട്രജൻ 2, ഹൈഡ്രജൻ 2, ഇങ്ങനെ നിങ്ങൾ എഴുതണം കേട്ടോ, അതിൻ്റെ കൂടെ തന്നെ എഴുതൂ. ദെൻ പ്രോഡക്റ്റ് സൈഡിൽ നൈട്രജൻ ഒരെണ്ണം, ഹൈഡ്രജൻ 3 എണ്ണം. ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? എങ്ങനെ ബാലൻസ് ചെയ്യുക? ഇവിടെ ആരെയാണ് നമ്മൾ ബാലൻസ് ചെയ്യേണ്ടത്? ഇവിടെയാണ് പ്രശ്നം വരുന്നത്. ഫസ്റ്റ് നൈട്രജനും ഹൈഡ്രജനും ബാലൻസ് ചെയ്യണം. ഇവിടെ നൈട്രജൻ റിയാക്റ്റൻ സൈഡിൽ 2 എണ്ണം ഉണ്ട്, ഹൈഡ്രജനോ പ്രോഡക്റ്റ് സൈഡിലാണെങ്കിൽ 3 എണ്ണം ഉണ്ട്. നൈട്രജൻ റിയാക്റ്റൻ സൈഡിൽ ഒരെണ്ണേ ഉള്ളൂ. നോക്കൂ, റിയാക്റ്റൻ സൈഡിൽ 2, പ്രോഡക്റ്റ് സൈഡിൽ ഒരെണ്ണം, റിയാക്റ്റൻ സൈഡിൽ ഹൈഡ്രജൻ 2, പ്രോഡക്റ്റ് സൈഡിൽ 3 എണ്ണം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് നൈട്രജൻ്റെ നോക്കാം. അപ്പോൾ നൈട്രജനെ നമുക്ക് ബാലൻസ് ചെയ്യണമെങ്കിൽ പ്രോഡക്റ്റ് സൈഡിലാണ് കുറവുള്ളത്, അപ്പോൾ അവിടെയല്ലേ നമ്മൾ കൂട്ടേണ്ടത്. അപ്പോൾ അവിടെ എന്ത് ചെയ്യണം? പ്രോഡക്റ്റ് സൈഡിൽ ഇതേ ഇവിടെ ഒരു എത്രയാണ് നമുക്ക് വേണ്ടത്? 2 അല്ലേ? അപ്പോൾ 2 ഇട്ട് കൊടുത്താലോ? നമുക്ക് നോക്കി നോക്കാം. 2 ഇട്ട് കൊടുക്കുന്നു. 2 ഇട്ട് കൊടുക്കുമ്പോൾ നൈട്രജൻ്റെ എണ്ണം എത്രയായി മാറി? 2 എന്നുള്ളത് നൈട്രജനും ബാധകമാണ്, ഹൈഡ്രജനും ബാധകമാണ്. അപ്പോൾ നൈട്രജൻ്റെ എണ്ണം എത്രയായി? പ്രോഡക്റ്റ് സൈഡിൽ ഇതിവിടെ നോക്കൂ, നൈട്രജൻ്റെ എണ്ണം ഒരെണ്ണം മാറി അവിടെ എന്ത് ചെയ്യണം? യെസ്, 2 എണ്ണമായി. അപ്പോൾ നൈട്രജൻ ബാലൻസ്ഡ് ആയി. ബട്ട് ഹൈഡ്രജൻ്റെ കേസോ? അപ്പോൾ ഹൈഡ്രജൻ ബാലൻസ്ഡ് ആയാ? ഇല്ല. ഹൈഡ്രജന് റിയാക്റ്റൻ സൈഡിൽ 2 എണ്ണം, പക്ഷേ ഇവിടെ 2 ഇട്ട് കൊടുത്തപ്പോൾ പ്രോഡക്റ്റ് സൈഡിൽ എത്ര എണ്ണം മാറി? 3 × 2. അപ്പോൾ എത്രയായി? യെസ്, 6 ആയി മാറി അല്ലേ? അപ്പോൾ ഇനി എന്ത് ചെയ്യും? ഇനി എവിടെയാണ് ഇപ്പോൾ കുറവുള്ളത്? റിയാക്റ്റൻ സൈഡിൽ ഹൈഡ്രജൻ 2 എണ്ണേ ഉള്ളൂ. അപ്പോൾ ഇവിടെ റിയാക്റ്റൻ സൈഡിൽ 6 എണ്ണം ആക്കണം. എന്ത് വേണം? മൾട്ടിപ്ലിക്കേഷനാണ് ഇവിടെ വരുന്നത്. അപ്പോൾ 6 ആണെങ്കിൽ യെസ്, ജസ്റ്റ് 3 ആഡ് ചെയ്ത് കൊടുക്കുന്നു. സോ നമ്മുടെ ഇക്വേഷൻ എന്തായി? ഇവിടെ ഹൈഡ്രജൻ എത്രയായി മാറി? 3 × 2 6. ഇനി ഇത് ബാലൻസ്ഡ് ആണോ? നൈട്രജൻ 2 എണ്ണം, 2 സൈഡിലും റിയാക്റ്റൻ സൈഡിലും പ്രോഡക്റ്റ് സൈഡിലും 2 എണ്ണമായി, ഹൈഡ്രജനും പ്രോഡക്റ്റ് സൈഡിലും 2, റിയാക്റ്റൻ സൈഡിലും 2 എണ്ണം. അപ്പോൾ ഈ ഇക്വേഷൻ ബാലൻസ്ഡ് ആയോ? യെസ്, അങ്ങനെ നമ്മൾ ആ ഇക്വേഷനും ബാലൻസ്ഡ് ആക്കി. മനസ്സിലായല്ലോ? ഇതുപോലെ നിങ്ങൾ ഓരോ ഇക്വേഷനും ഇങ്ങനെ റിയാക്റ്റൻ സൈഡ്, പ്രോഡക്റ്റ് സൈഡ് ഇതെല്ലാം എഴുതി ഇങ്ങനെ ചെയ്യണം കേട്ടോ. നമുക്ക് നെക്സ്റ്റ് ഒന്ന് നോക്കാം. 2H2O2 gives 2H2O + O2. ഈ ഇക്വേഷൻ്റെ പ്രത്യേകത എന്താ? ഇവിടെ റിയാക്റ്റൻ സൈഡിൽ ഒരൊറ്റ കോമ്പൗണ്ട്, അതിനെ പ്രൊഡക്റ്റുകളാക്കി മാറ്റുകയാണ് കേട്ടോ. ഈ കെമിക്കൽ റിയാക്ഷൻ നടന്നിട്ട് 2 പ്രോഡക്റ്റ്സ് ആക്കി മാറ്റി. മറ്റേ ഭാഗത്ത് നമ്മൾ എങ്ങനെയായിരുന്നു? 2 റിയാക്റ്റൻസ് കൂടി ചേർന്നിട്ട് ഒരൊറ്റ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ 2 പ്രൊഡക്റ്റുകളായിരുന്നു. ഇവിടെ ഒരൊറ്റ പ്രൊഡക്റ്റിനെ, ഒരൊറ്റ റിയാക്റ്റൻറ്റിനെ കുറേ പ്രൊഡക്റ്റുകളായി മാറ്റുന്നു. അപ്പോൾ നമുക്ക് നോക്കാം, ഇത് ബാലൻസ്ഡ് ആണോ? ഇവിടെ റിയാക്റ്റൻ സൈഡിൽ ഏതൊക്കെ ആറ്റംസ് ഉണ്ട്? പ്രോഡക്റ്റ് സൈഡിൽ ഏതൊക്കെ ആറ്റംസ് ഉണ്ട്? റിയാക്റ്റൻ സൈഡിൽ ഹൈഡ്രജൻ ഉണ്ട്. എത്ര എണ്ണം ഉണ്ട്? 2 × 2 4. ദെൻ ഓക്സിജനോ? ഈ 2 × this 2 4. ദെൻ പ്രോഡക്റ്റ് സൈഡിലോ? ഹൈഡ്രജൻ 2 × 2 4. ഓക്സിജനോ? ഓക്സിജന് ഇവിടെ 2 ഇതിനും ബാധകമാണല്ലോ, അപ്പോൾ 2 ഓൾറെഡി ഉണ്ട്. ദെൻ പ്ലസ് ഈ 2ഉം, ദെൻ ടോട്ടൽ എത്ര ഉണ്ട്? 4. അപ്പോൾ ഇത് ബാലൻസ്ഡ് ആണോ? യെസ്, ബാലൻസ്ഡ് ആണ് അല്ലേ? ഹൈഡ്രജൻ 2 സൈഡിലും 4, ഓക്സിജൻ 2 സൈഡിലും 4. അപ്പോൾ നമുക്കിനി ബാലൻസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ. ദെൻ SO2 + O2 gives SO3. ഇത് ബാലൻസ്ഡ് ആണോ?
നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ആദ്യം റിയാക്ടൻറ്റ് സൈഡ് എന്ന് എഴുതി, ദെൻ പ്രോഡക്റ്റ് സൈഡ് എന്ന് എഴുതി. എന്നിട്ട് എന്ത് ചെയ്യണം? റിയാക്ടൻറ്റ് സൈഡിൽ ഏതൊക്കെ ആറ്റംസ് ഉണ്ട്? സൾഫർ ഉണ്ട്, എസ് എത്ര എണ്ണം ഉണ്ട്? ഒരെണ്ണം. ദെൻ ഓക്സിജനോ? ഓക്സിജൻ ഇവിടെ 2 എണ്ണം ഉണ്ട്, പ്ലസ് ദിസ് ഓക്സിജൻ 2 എണ്ണം. ടോട്ടൽ എത്രയായി? 4. ദെൻ പ്രോഡക്റ്റ് സൈഡിലോ സൾഫർ എത്ര എണ്ണം ഉണ്ട്? ഒരെണ്ണം. ദെൻ ഓക്സിജനോ? 3 എണ്ണം. ബാലൻസ്ഡ് ആണോ? അല്ല. ഓക്സിജൻ ഇവിടെ റിയാക്ടൻറ്റ് സൈഡിൽ 4, പ്രോഡക്റ്റ് സൈഡിൽ 3. അപ്പോൾ അത് പ്രോഡക്റ്റ് സൈഡിൽ കുറവാണ്. അപ്പോൾ പ്രോഡക്റ്റ് സൈഡിൽ 4 എണ്ണമാക്കി മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ ഭാഗത്താണ് നമ്മൾ എന്തോ ചെയ്യേണ്ടത്. എന്ത് ചെയ്യണം? നമുക്കൊരു നമ്പർ ഇട്ട് കൊടുക്കാം. എത്ര? ഒരു 2 ഇട്ട് കൊടുത്താൽ സോൾവ് ആവുമെന്ന് നമുക്കൊന്ന് ഗസ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് നമ്മൾ 2 എന്നിട്ട് കൊടുക്കുന്നു. അപ്പോൾ 2 ഇട്ട് കൊടുക്കുമ്പോൾ സൾഫറിൻ്റെ എണ്ണം എത്രയായി മാറി? അപ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ പെണ്ണെടുത്തിട്ട് നിങ്ങൾ ഫസ്റ്റ് വരച്ച 1നെ കട്ട് ചെയ്ത് കളയണം കേട്ടോ. കട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഒരു വര വരച്ചിട്ട് എന്ത് ചെയ്യണം? അവിടെ 2 ആയി മാറിയെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവണം കേട്ടോ. സോ നമ്മൾ ആ 1നെ ഒന്നും കൊണ്ട് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് 2 ആയി. ഇവിടെ 2 ഇട്ട് കൊടുത്തപ്പോൾ റിയാക്ടൻറ്റ് സൈഡിൽ 2 ആയി മാറി. അപ്പോൾ എന്ത് സംഭവിച്ചു? ദെൻ ഓക്സിജനോ? ഓക്സിജന് 3 × 2 എത്രയായി മാറി? 6 ആയി. അപ്പോഴും ബാലൻസ്ഡ് ആയോ? ഇല്ല. അപ്പോൾ എന്ത് ചെയ്യണം നമ്മൾ? അപ്പോൾ ഇനി ഇതിനെ ബാലൻസ്ഡ് ചെയ്യുന്ന നോക്കി നോക്കും നമുക്ക്. അപ്പം ഇവിടെ സൾഫർ റിയാക്ടൻറ്റ് സൈഡിൽ ഒരെണ്ണേ ഉള്ളൂ, ഓക്സിജൻ 4 എണ്ണേ ഉള്ളൂ. അപ്പോൾ 2 എണ്ണത്തിൻ്റെ കുറവുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? സൾഫറിനെ 2 എണ്ണം ആക്കി മാറ്റണമെങ്കിൽ സോ സിമ്പിൾ. എന്ത് ചെയ്യണം? റിയാക്ടൻറ്റ് സൈഡിൽ ഇവിടെ ഒരു 2 ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ സൾഫർ എത്രയായി? 2 ആയി. ഒരെണ്ണം ഉണ്ടായിരുന്ന സൾഫർ 2 ആയി റിയാക്ടൻറ്റ് സൈഡിൽ. ഓക്കെ. ബട്ട് ഓക്സിജനോ? ഓക്സിജൻ എണ്ണം ചെക്ക് ചെയ്ത് നോക്കി. ഈ 2 ഇട്ട് കൊടുത്തപ്പോൾ ഓക്സിജൻ 2 × 2 4 ആയി, പ്ലസ് ഈ 2 എണ്ണം ഉണ്ട്. അപ്പോൾ 4 + 2 എത്രയായി? 6. അപ്പോൾ റിയാക്ടൻറ്റ് സൈഡിൽ ഓക്സിജൻ്റെ എണ്ണം 6 ആയി. ഇപ്പോൾ ഇത് ബാലൻസ്ഡ് ആണോ എന്ന് നോക്കാം. റിയാക്ടൻറ്റ് സൈഡിൽ സൾഫർ 2, പ്രോഡക്റ്റ് സൈഡിൽ സൾഫർ 2, ഓക്സിജൻ റിയാക്ടൻറ്റ് സൈഡിൽ 6, ഓക്സിജൻ പ്രോഡക്റ്റ് സൈഡിൽ 6. ബാലൻസ്ഡ് ആയോ? യെസ്, ബാലൻസ്ഡ് ആയി. അങ്ങനെ നമ്മൾ ഈ ഇക്വേഷനും ബാലൻസ്ഡ് ആക്കി. വളരെ ഇൻട്രസ്റ്റിംഗ് അല്ലേ? ദെൻ അടുത്തൊരു ഇക്വേഷൻ, വലിയൊരു ഇക്വേഷൻ അല്ലേ? നമുക്ക് നോക്കാം. BaCl2 + H2SO4 gives BaSO4 + 2HCl. അപ്പോൾ ഇത് ബാലൻസ്ഡ് ആണെന്ന് നോക്കാം. റിയാക്ടൻറ്റ് സൈഡിൽ ഏതൊക്കെ ആറ്റംസ് ഉണ്ട്? ദെൻ പ്രോഡക്റ്റ് സൈഡിൽ ഏതൊക്കെ ആറ്റംസ് ഉണ്ട്? റിയാക്ടൻറ്റ് സൈഡിൽ Ba ബാരിയം ഉണ്ട്, ഒരെണ്ണം, ഒന്ന് എഴുതി. ദെൻ Cl എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം. ദെൻ നെക്സ്റ്റ് വരുന്നത് ഏതാ? ഹൈഡ്രജൻ എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം. ദെൻ വീണ്ടും വരുന്നു എസ്, സൾഫർ എത്ര എണ്ണം ഉണ്ട്? ഒരെണ്ണം. ദെൻ ഓക്സിജനോ? ഓക്സിജൻ 4. ദെൻ പ്രോഡക്റ്റ് സൈഡിൽ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. എത്ര ആറ്റംസ് ടോട്ടൽ വരുന്നുണ്ട്? 1 2 3 4 5 5 ആറ്റം ഉണ്ട്. ബാരിയം, ക്ലോറിൻ, ഹൈഡ്രജൻ, സൾഫർ, ഓക്സിജൻ. ഇനി പ്രോഡക്റ്റ് സൈഡിലോ നമുക്ക് നോക്കാം. ബാരിയം എത്ര എണ്ണം ഉണ്ട്? ഒരെണ്ണം. ദെൻ സൾഫറോ? ദെൻ നമുക്ക് ഈ ഓർഡറിൽ തന്നെ പോവാം. അപ്പോൾ നമുക്ക് ബാലൻസ് ചെയ്യാൻ ഈസി ആയിരിക്കാൻ വേണ്ടിയിട്ട് അപ്പം ബാരിയം ഫസ്റ്റ് എഴുതി. ബാരിയം എത്ര ഉണ്ട്? ഒരെണ്ണം. ദെൻ നെക്സ്റ്റ് നമ്മൾ റിയാക്ടർ സൈഡിൽ എഴുതിയിട്ടുള്ളത് ക്ലോറിൻ. അപ്പോൾ ക്ലോറിൻ പ്രോഡക്റ്റ് സൈഡിൽ എത്ര ഉണ്ട് നോക്കാം. ക്ലോറിൻ യെസ്, Cl2 2 എണ്ണം ഉണ്ട്. ഇവിടെ ഈ 2 ഉണ്ടല്ലോ, അത് ഈ ഹൈഡ്രജനും ബാധകമാണ്, ക്ലോറിനും ബാധകമാണ്. അതുകൊണ്ട് ക്ലോറിന് 2 ബാലൻസ്ഡ് ആണ്. ദെൻ ഹൈഡ്രജൻ പ്രോഡക്റ്റ് സൈഡിൽ എത്ര എണ്ണം ഉണ്ട്? ഇവിടെ 2 എണ്ണം ഉണ്ട്. ദെൻ നെക്സ്റ്റ് ഏതാ? സൾഫർ നോക്കാം. സൾഫർ ഒരെണ്ണം. ദെൻ ഓക്സിജനോ? ഓക്സിജന് 4 എണ്ണം. ഇനി ഇത് ബാലൻസ്ഡ് ആണോ എന്ന് നോക്കാം. റിയാക്ടൻറ്റ് സൈഡിൽ ബാരിയം 1, പ്രോഡക്റ്റ് സൈഡിൽ ബാരിയം 1, റിയാക്ടൻറ്റ് സൈഡിൽ ക്ലോറിൻ 2, പ്രോഡക്റ്റ് സൈഡിൽ ക്ലോറിൻ 2, റിയാക്ടൻറ്റ് സൈഡിൽ ഹൈഡ്രജൻ 2, പ്രോഡക്റ്റ് സൈഡിൽ ഹൈഡ്രജൻ 2, റിയാക്ടൻറ്റ് സൈഡിൽ സൾഫർ 1, പ്രോഡക്റ്റ് സൈഡിൽ സൾഫർ 1, ഓക്സിജൻ റിയാക്ടൻറ്റ് സൈഡിൽ 4, പ്രോഡക്റ്റ് സൈഡിൽ 4. അപ്പോൾ ഇക്വേഷൻ ബാലൻസ്ഡ് ആണോ? യെസ്, ബാലൻസ്ഡ് ആണ്. അപ്പോൾ നമുക്കിനി ബാലൻസ് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ നമ്മൾ അതും കണ്ടു കഴിഞ്ഞു, ആ ഇക്വേഷനും കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്താ പഠിച്ചത്? കെമിക്കൽ ഇക്വേഷനെ ബാലൻസ് ചെയ്യാൻ പഠിച്ചു അല്ലേ? ഓരോ ആറ്റംസും എങ്ങനെയാണ് റിയാക്ടൻറ്റ് സൈഡിലും ആറ്റംസിൻ്റെ എണ്ണം സെയിം ആയിരിക്കണം, പ്രോഡക്റ്റ് സൈഡിലും റിയാക്ടൻറ്റ് സൈഡിലും ഈക്വൽ ആയിരിക്കണം, നമ്പേഴ്സ് സെയിം ആയിരിക്കണം.
ഓക്കെ, അങ്ങനെ സെയിം അല്ലാത്തതിനെ നമ്മൾ ബാലൻസ് ചെയ്യാൻ നമ്മൾ പഠിച്ചു. ഇന്നത്തെ ക്ലാസ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമ്മൾ പഠിച്ചില്ല. ഇനി നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലൊക്കെ കാണുന്ന ഇക്വേഷൻസൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് നോക്കാം. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേയ്സ് ക്ലാസ്. അപ്പോൾ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക, ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ, സോ കീപ്സ് വാച്ചിങ്.